തൃശ്ശൂരിൽ സുരേന്ദ്രൻ ഇറങ്ങി, കളം മാറി. കാരണം സുരേഷ് ഗോപിയുടെ പേരിൽ പുലി ഇറങ്ങി എന്നൊക്കെയല്ലേ തൃശ്ശൂർ സാധാരണ പറയുന്നത്. തൃശ്ശൂരിൽ പുലിയാണല്ലോ ഇറങ്ങുന്നത്. ഏതായാലും പുലി തന്നെ ഇറങ്ങി. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസമായി സുരേഷ് ഗോപിയുടെ നെഞ്ചത്തേക്ക് ഇങ്ങനെ ഏകപക്ഷീയമായി കയറിക്കൊണ്ടിരുന്നപ്പോൾ കുറിക്ക് കൊള്ളുന്ന മറുപടി, ഒന്നാന്തരം മറുപടി. അതായത് ശിവൻകുട്ടി പറഞ്ഞല്ലോ 60,000 കള്ളവോട്ട് ചെയ്തു എന്ന് തൃശ്ശൂരിൽ. അങ്ങനെ 60,000 കള്ളവോട്ടർമാരെ ചേർത്തെങ്കിൽ നിനക്കൊക്കെ പോയി തൂങ്ങിച്ചത്തൂടെ ശിവൻകുട്ടി എന്നുള്ള ഒറ്റ ചോദ്യം മതി ഇടതുപക്ഷത്തിൻ്റെയും UDFിൻ്റെയും വായടപ്പിക്കാൻ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഏകപക്ഷീയമായി സുരേഷ് ഗോപിക്കെതിരെ ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ച് കളം പിടിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. തീപ്പൊരി വാക്കുകൾ വിതറാൻ ഒരു മടിയുമില്ലാത്ത, ഒരു ലോഭവുമില്ലാത്ത സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനുമൊക്കെ തൃശ്ശൂരിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇനി അടിക്കടി വെടിക്ക് വെടി. സത്യത്തിൽ ഇന്നത്തെ മലയാള മനോരമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏത് താഴ്ന്ന തലത്തിലുള്ള പത്രപ്രവർത്തനമാണെന്ന് നമുക്ക് സംശയം വരും. തൃശ്ശൂരിൽ മാത്രമാണോ ഇങ്ങനെ ഒരുപാട് ആളുകൾ ചേർന്നിരിക്കുന്നത്? അല്ലേ? എത്രയോ കഥകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ വളരെ സജീവമല്ലേ. എവിടുന്നൊക്കെയുള്ള എത്രയോ കഥകൾ. രമേശ് ചെന്നിത്തലയുടെ അമ്മയുടെ, അല്ലേ, എൽദോസ് കുന്നപ്പള്ളിയുടെ അവിടെ. രമേശ് ചെന്നിത്തലയ്ക്ക് പഞ്ചായത്തിൽ 2 വാർഡിൽ ഭാര്യയ്ക്കും ചെന്നിത്തലയ്ക്കും വോട്ടുണ്ട്. VD സതീശൻ താമസം ദേശത്ത് വോട്ട് 21ാം ബൂത്തിൽ വോട്ട് ഭാര്യയ്ക്കും സതീശനും. ഇങ്ങനെയാണല്ലോ. അപ്പൊ കോൺഗ്രസ്സുകാർക്കും ഇത് നന്നായിട്ട് അറിയാം. പ്രതാപനാണ് ഇത്തവണ സുരേഷ് ഗോപിക്കെതിരെ ക്രിമിനൽ കേസ് എന്ന് പറഞ്ഞിട്ട് പോലീസ് കമ്മീഷൻ. ഞാൻ ഇന്നലെ കണ്ട ഒരു വീഡിയോ, അതായത് ചാനൽ ചർച്ചയിൽ ശങ്കുട്ടി ദാസ് ചോദിക്കുന്നു, അതായത് ഇന്ത്യയിലെ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ചൊന്നും പോലീസിന് കേസെടുക്കാൻ പറ്റില്ല. അതിന് വേണ്ടത് മജിസ്ട്രേറ്റിന് കൊടുക്കുക എന്നുള്ളതാണ്. അല്ല, ഞങ്ങൾ കൊടുത്തു, പോലീസ് പറയട്ടെ, ഞങ്ങൾക്ക് അധികാരം ഇല്ലെന്ന്. അപ്പോൾ ആലോചിക്കാം. അപ്പോൾ ശങ്കു ചോദിക്കുന്നു, അല്ല, അതിൻ്റെ ആവശ്യമില്ലല്ലോ, നിയമം എടുത്ത് നോക്കി അറിയാമല്ലോ പോലീസിന് ഇത് ചെയ്യാൻ പറ്റില്ലെന്ന്. അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്താൽ പോരെ? അതെ, കാരണം ഇത് 5 സെക്കൻഡ് കൊണ്ട് പൊളിഞ്ഞു പോകുന്നൊരു സാധനമാണ് ഈ മനോരമ ഇങ്ങനെ പുകയുണ്ടാക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു. റായ്ബറേലിയിലെ കഥ പറയുന്നില്ല. അല്ല, മനോരമ ഒരു കാര്യം പറഞ്ഞു, ഈ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ 45 ദിവസത്തിനകം പരാതി കൊടുക്കണമെന്നുള്ള നിയമം അത് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ആർക്കും പരാതി കൊടുക്കാൻ പറ്റും. ആ നിയമം നരേന്ദ്രമോദി കൊണ്ടുവന്നല്ല. നരേന്ദ്രമോദി കൊണ്ടുവന്നതും അല്ല, അത് രാജീവ് ഗാന്ധിയുടെ കാലത്ത് ആണ് ഈ മെഷീൻ തന്നെ ഇൻസിസ്റ്റ് ചെയ്യുന്നത്, കടലാസ് വേണ്ട എന്ന് വെച്ചിട്ട്. പിന്നെ ആ 45 ദിവസം കഴിഞ്ഞാൽ ഇത് നശിപ്പിക്കുക എന്നുള്ളത്, ആ ദിവസത്തിനകം കേസില്ലെങ്കിൽ നശിപ്പിക്കുക. അതും മോദി കൊണ്ടുവന്ന നിയമമല്ല. എന്തിന്? അല്ല സാർ, ഇതില്ലേ ഈ ഇലക്ഷൻ ID കാർഡ് ഇന്നിപ്പോൾ എല്ലാ ചെറുപ്പക്കാരുടെയും കയ്യിലുണ്ട്. ഇലക്ഷൻ ID കാർഡ് ഇന്ന് അത് കൈവശമുള്ള ചെറുപ്പക്കാരനേക്കാൾ ശകലം കൂടെ പ്രായം കൂടുതലേ ഉള്ളൂ. കഷ്ടിച്ചൊരു 30 വർഷം താഴെ ആയിട്ടുള്ളൂ. എനിക്കൊന്ന് 93 മറ്റോ ആണ് സബ്ജക്റ്റ് ടു കറക്ഷൻ ഇലക്ഷൻ ID കാർഡുകൾ വരുന്നു. അതിന് മുമ്പ് ID കാർഡ് ഉണ്ടായിരുന്നില്ല. ഞാൻ ID കാർഡ് ഇല്ലാതെ തന്നെ ഒരിക്കൽ വോട്ട് ചെയ്ത് ഓർക്കുന്നുണ്ട്. അതായത് കരുണാകരനും ആശാൻ എന്ന് പറയുന്ന സുരേന്ദ്രനാഥില്ലേ, CPI നേതാവ് തിരുവനന്തപുരത്ത് മത്സരിക്കും. KV സുരേന്ദ്രനാഥ് എനിക്ക് വളരെ താല്പര്യമുള്ള ആളാണ്. വിവരവും ബോധവും പുസ്തകം വായിക്കും. സാധാരണ കമ്മ്യൂണിസ്റ്റുകാരുടെ ബലം പിടുത്തമൊന്നുമില്ല. ആശാൻ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ കരുണാകരനും ആശാനും കൂടി മത്സരം. എനിക്ക് കരുണാകരനെതിരെ വോട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. എൻ്റെ കയ്യിൽ വോട്ടർ കാർഡും ഇല്ല. നമ്മൾ വില്ലേജ് ഓഫീസിൽ പോയിട്ടേ ഒരു സ്ലിപ്പ് തരും അവിടെ നിന്ന്. ആ സ്ലിപ്പ് വെച്ചിട്ടാണ് വോട്ട് ചെയ്തത്. അത് മാത്രമല്ല, ഇപ്പോൾ തന്നെയും വേണം പാൻ കാർഡ് ഉപയോഗിക്കാം, ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിക്കാം, പാസ്പോർട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ എന്തിന്? നമ്മൾ ഏതെങ്കിലും ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഫോട്ടോ പതിപ്പിച്ച പാസ്ബുക്ക് ഉണ്ടെങ്കിൽ അത് മതി വോട്ട് ചെയ്യാൻ. ഇതൊക്കെയാണ് ചിത്രമുണ്ട്. അല്ല, നമ്മുടെ വിഷയത്തിലേക്ക് മാറിപ്പോകണ്ട. അപ്പോൾ BJPക്കെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ച് നിൽക്കുന്ന സമയത്ത് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു, ഇന്ന് നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ നിയമ വഴി നോക്ക് എന്ന് പറഞ്ഞു. ശരിയാണ്, അത് വളരെ താത്വികമായ കുലീനമായ മറുപടിയാണ്. അങ്ങനെയല്ല, ഇത് കുലീനതയല്ല. ഈ തെമ്മാടിത്തരം കാണിക്കുന്നിടത്ത് മുണ്ട് മടക്കി കുത്തണം. സുരേന്ദ്രൻ വന്ന് കളത്തിൽ ഇറങ്ങിയപ്പോൾ കളം ഒന്ന് മൂത്തു. ഇന്നലെ വൈകിട്ടൊരു അടിയൊക്കെ ഉണ്ടായി അവിടെ. ഇനിയിപ്പോൾ കളം മാറുകയാണ്. ഈ പറഞ്ഞ പോലെ തീപ്പൊരി പ്രയോഗങ്ങൾ നടത്താൻ കഴിയുന്ന ശോഭാ സുരേന്ദ്രനും തൃശ്ശൂർ ഇറങ്ങി കളം മുറുകുന്നു, അല്ലേ? അതെ, എന്താന്ന് വെച്ചാൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഇത് തെരുവിലാണ് നടക്കുന്നത്, പിന്നെ സാധാരണക്കാർക്കിടയിലുമാണ് നടക്കുന്നത്.
നമുക്ക് ഈ ബുദ്ധിജീവി വർത്താനമൊന്നും പറഞ്ഞൊന്നും ഇത് ഈ ഈ വൃത്തികെട്ട പരിപാടി ഉണ്ടല്ലോ ഇപ്പൊ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചീഞ്ഞ പരിപാടി, അതിന് മുണ്ടുമടക്കി കുത്തി തന്നെ മറുപടി കൊടുക്കും. അങ്ങനെയാണ് അതിന് മറുപടി കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുക്കാൻ കഴിയുള്ളൂ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ബ്രിട്ടീഷ് പൗരൻ, ഇയാളുടെ അമ്മ ഇറ്റലി പൗരത്വമുള്ള സ്ത്രീ, എന്നിട്ട് ഇവര് വന്നിട്ട് നമ്മളെ പൗരത്വം എങ്ങനെ വേണം എന്തു വേണം പഠിപ്പിക്കാൻ. ഇന്ത്യൻ പൗരത്വം കിട്ടുന്നതിന് മുമ്പ് വോട്ടർ പട്ടികയിൽ പേര് വന്ന തള്ളയാണ്. ഇവര് നമ്മളെ പഠിപ്പിക്കുക, നിങ്ങൾ എങ്ങനെയായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പണ്ട് കോൺഗ്രസിന് പ്രസിഡന്റ് ആയിരുന്ന A.O. ഹ്യൂം ഒക്കെ കഴിഞ്ഞിട്ട് കോൺഗ്രസിന് പ്രസിഡന്റ് ആയിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, നെല്ലി സെൻഗുപ്ത എന്ന് പറഞ്ഞിട്ട്. കേംബ്രിഡ്ജിലായിരുന്നു അവരുടെ ജനനം തന്നെ. പക്ഷെ അവിടെ ലോ പഠിക്കാൻ പോയൊരു ബംഗാളിയെ കല്യാണം കഴിച്ച് ഇവിടെ വന്നു. 1933 അവർ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നു. ആ സമയത്ത് ഈ പൗരത്വ പ്രശ്നമില്ലല്ലോ, അന്ന് ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരിക്കുകയല്ലേ 1933. പക്ഷെ അവർ 1973 മരിക്കുന്നത്. പത്മഭൂഷൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് 1973. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അവർക്ക് പത്മഭൂഷണും കൊടുത്തു. ഇങ്ങനെ പക്ഷെ അവർ ഇന്ത്യക്ക് വേണ്ടി തന്നെ ജീവിച്ച് ഇന്ത്യയിൽ തന്നെ ആണ്. ഈ ആനി ബസന്റ് ഇങ്ങനെ ചില ആളുകൾ വന്നിട്ടുണ്ടല്ലോ ഇവിടെ. അവരുടെയൊക്കെ വാലിൽ തൂങ്ങാൻ പറ്റുന്ന സ്ത്രീയാണോ ഈ സോണിയാഗാന്ധി? എന്ത് കോൺട്രിബ്യൂഷനാണ് അവർക്ക് ഈ നാടിനോടുള്ളത്? TN പ്രതാപനോ? TN പ്രതാപന്റെ കാര്യം അത് രസമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേരെ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത ആളാണെന്നാണ് കോൺഗ്രസ്സുകാർ കരുതുന്നത്. മുരളിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രതാപന് സ്വാധീനം ഉണ്ടെന്ന് പറയുന്ന മേഖലകളിലൊക്കെ സുരേഷ് ഗോപി ലീഡ് ചെയ്തു. ഇന്ന് കെ സുരേന്ദ്രൻ അവിടെ സംസാരിക്കുമ്പോൾ പറഞ്ഞേ, അതായത് അവർക്ക് കെ മുരളീധരനെ തോൽപ്പിക്കണം എന്ന് കോൺഗ്രസ്സുകാർക്ക്, ഈ സുനിൽകുമാറിനെ തോൽപ്പിക്കണം എന്ന് CPM-കാർക്ക്. അങ്ങനെ അവർ പോയി വോട്ട് ചെയ്തിട്ട് ഞങ്ങളെ ജയിപ്പിച്ചതാണ്. കാരണം ബാലേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാളില്ലേ അവിടെ, മറ്റേ കള്ളു കുടിച്ച് രാമനെതിരെ പറഞ്ഞ ആ ബാലേന്ദ്രൻ സുനിൽകുമാറിന് വോട്ട് ചെയ്തിട്ടുണ്ടാവുമോ? അത് മാത്രമല്ല, നമ്മൾ ഈ തൃശ്ശൂരെ വോട്ടർമാർക്ക് പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാർക്ക്, ചിലരൊക്കെ ഭാര്യമാർ പറഞ്ഞല്ലോ ഞാൻ പോയി കുത്തി സുരേഷ് ഗോപിക്കാന്ന്, അതും പുറത്ത് വന്നു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ സ്ത്രീകൾ വലിയ തോതിൽ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു. ഈ വോട്ട് ചെയ്ത ആളുകളെ കളിയാക്കുമല്ലേ ഇവർ? വോട്ട് ചെയ്ത ആളുകളെ കളിയാക്കുകയാണിത്. അതുകൊണ്ടാണ് സുരേന്ദ്രൻ പറഞ്ഞത് 2029 2034 സുരേഷ് ഗോപി തന്നെയായിരിക്കും ഇവിടെ തല ഉയർത്തിപ്പിടിച്ച് ജയിക്കുന്നത് എന്ന് പറഞ്ഞത്. എന്താന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേഷ് ഗോപിക്ക് കൂടുതൽ സഹതാപ വോട്ടുകൾ നേടിക്കൊടുക്കാനേ ഇത് സഹായിക്കും. അതെ, കാരണം ഒരു ആവശ്യമില്ലാതെ വേട്ടയാടുകയാണ്. സുരേഷ് ഗോപി എവിടെയെന്ന് വെച്ചു, സുരേഷ് ഗോപി ഇന്ത്യക്ക് വേണ്ടി തരൂര് പറയുന്ന പോലെ തന്നെയാണ്. അദ്ദേഹം മണിപ്പൂരിൽ ഉണ്ടായിരുന്നപ്പോഴാണ് അവിടുത്തെ മെത്രാൻ ചോദിക്കുന്നത് സുരേഷ് ഗോപി എവിടെയാണെന്ന്. സുരേഷ് ഗോപി കേസ് കൊടുത്തു, സുരേഷ് ഗോപിയെ കാണാൻ ഒരു കോൺഗ്രസ്സുകാരന് ഒരു ഊളക്കേസും കൊടുത്തു. ഇന്ന് സുരേഷ് ഗോപി എവിടെയാ? പ്രീതി എന്ന് പറഞ്ഞ കന്യാസ്ത്രീയുടെ വീട്ടിലാണ്. അവിടെയൊക്കെ പ്രവേശനമുണ്ടെന്ന് സുരേഷ് ഗോപി. പണ്ട് VS അച്യുതാനന്ദൻ മറ്റേ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞൊരു പട്ടാള ഓഫീസർ മരിച്ചു കഴിഞ്ഞപ്പോൾ, ഉണ്ണികൃഷ്ണൻ എന്നാന്ന് തോന്നുന്നു, വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അച്ഛൻ പോയി ഇറങ്ങിപ്പോവാൻ പറഞ്ഞത് ഓർക്കുന്നില്ലേ? അങ്ങനെ ഒരു രംഗം. സുരേഷ് ഗോപി പോകുമ്പോൾ അങ്ങനെയാണ്. സുരേഷ് ഗോപി അവർക്ക് നേരത്തെ കണ്ടു പരിചയമുണ്ട്. ഇതാണല്ലോ ഈ സിനിമ കാണുന്നതിൻ്റെ ഒരു സന്തോഷം. സിനിമയിൽ ചെയ്യുന്ന നന്മകൾ സാധാരണഗതിയിൽ വലിയ താരങ്ങൾ ചെയ്യാറില്ല. അത് സിനിമയിൽ മാത്രമായിട്ട് ഒതുങ്ങും. പക്ഷെ സുരേഷ് ഗോപി സിനിമയ്ക്ക് പുറത്ത് നന്മയുള്ള ആളാണ്. ഏതായാലും ഈ തൃശ്ശൂർ സംസ്ഥാന പോലീസ് കുറച്ചുകൂടെ കാര്യക്ഷമമായി ഇടപെട്ടില്ലെങ്കിൽ തൃശ്ശൂർ കൈവിട്ടു പോകും. കാരണം BJP-ക്കാരെ അടിച്ചൊതുക്കാമെന്ന് CPM-ഓ കോൺഗ്രസോ കരുതുന്നുണ്ടെങ്കിൽ ആ കാലമൊക്കെ പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സന്തോഷം ഇത്രയും പ്രശ്നം ഉണ്ടായപ്പോൾ തൃശ്ശൂർ ഇത്രയും വോട്ട് BJP ചേർത്തല്ലോ എന്നാണ് ഞാൻ കരുതിയത്. എന്ന് പറഞ്ഞാൽ പണിയെടുത്തു. ഈ പണി അവര് എല്ലാ മണ്ഡലത്തിലും എടുത്തെങ്കിൽ കേരളം ഈ കേരളം ആയിരിക്കില്ല. പഴയ കൊച്ചി അല്ല എന്ന് ബിലാല് പറയുന്ന പോലെ കേരളം ഇതായിരിക്കില്ല. എത്രയോ സ്ഥലത്ത് ചെറിയ വോട്ടിനല്ലേ മാറിപ്പോയിരിക്കുന്നത്. ഈ സുരേന്ദ്രൻ ഇന്നും പറഞ്ഞു ഞാൻ മര്യാദ കാണിച്ചു, ഞാൻ കോടതിയിൽ പോയി 89 വോട്ടിന് ഞാൻ തോൽക്കുമ്പോൾ 6000 വോട്ട് കള്ളവോട്ടായിരുന്നു. സുരേന്ദ്രൻ ഇന്ന് പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. ആ കള്ളവോട്ടിൽ ഇതുപോലെ ആളുകളെ തല്ലാനും
തന്തക്ക് വിളിക്കാനൊന്നും സുരേന്ദ്രൻ പോയില്ല. സുരേന്ദ്രൻ കോടതിയിലാണ് പോയത്. ഇവർക്ക് കേസുണ്ടെങ്കിൽ ഇത് മുഴുവൻ കോടതിയിൽ പോയി വാദിക്കാമല്ലോ. പക്ഷെ അടി കിട്ടും. ഈ ബീഹാറിലെ കേസിൽ ഇപ്പോൾ അടി കിട്ടുന്നുള്ളത് വളരെ വ്യക്തമല്ല. എന്ന് പറഞ്ഞതുപോലെ ആധാർ ഇതിൻ്റെ പൗരത്വ രേഖയല്ല എന്നും വ്യക്തമായി. എനിക്ക് തോന്നുന്നത് വേറെയും ഒരുപാട് ഇതിൻ്റെ കൂടെ ആളുകൾ ചർച്ച ചെയ്യാതെ പോയതാണ് ഈ 58 കോടി രൂപ വാദ്ര തട്ടിച്ചു കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. വാർത്ത പോലുമല്ല, ഇവിടെ വാർത്ത പോലുമല്ല. 58 കോടി തട്ടിച്ച് ഇതിൻ്റെ ഇടയ്ക്കാണ് വന്നത്. രാഹുൽ ഗാന്ധിക്കെതിരെ വേറെന്തോ കാര്യമായ സംഗതി കേന്ദ്രത്തിൽ നിന്ന് വരാൻ പോകുന്നു. പൗരത്വമാണെന്ന് തോന്നുന്നു. പൗരത്വം ആണെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം മറ്റേ കേസിൽ കേന്ദ്രം തെളിവുകൾ കൊടുക്കേണ്ട സമയമായി. ബ്രിട്ടീഷ് പൗരത്വ കേസിൽ ബ്രിട്ടൻ ആ രേഖകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറിയതായിട്ട് കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അത് ഇയാൾ ബ്രിട്ടീഷ് പൗരനാണ്, ആദ്യം മത്സരിക്കുമ്പോൾ ബ്രിട്ടീഷ് പൗരനാണെന്ന് പറഞ്ഞാൽ ഈ MP സ്ഥാനം പോവും. ഇപ്പോഴത്തെ MP സ്ഥാനം പോകുക മാത്രമല്ല, ഇവിടെ നാട് കടത്തേണ്ടി വരും. പിന്നെ സോണിയാഗാന്ധിയുടെ MP സ്ഥാനത്തിനെ പറ്റിയും ചോദ്യങ്ങൾ വരും. ഇപ്പൊ അത് വന്നല്ലോ, അതിനുവേണ്ടിയാണല്ലോ ഈ രേഖ വന്നത്. 1980 അവർ വോട്ടറാണ്, 83 മാത്രമാണ് പൗരത്വം എന്ന് പറഞ്ഞാൽ ആ ഒറ്റ കേസ് കൊണ്ട് കോടതി കൊടുത്താൽ പോരെ. അന്ന് പൗരത്വം അവർക്കില്ല എന്നുള്ളത്. കാരണം ഇവരുടെ പൗരത്വവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കളികൾ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴും ഒക്കെ നടന്നിട്ടുണ്ട്. ഇത് മുഴുവൻ പുറത്തു വരട്ടെ. ഏതായാലും തൃശ്ശൂർ BJP പ്രവർത്തകർ അക്ഷീണം പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് സുരേഷ് ഗോപിയുടെ കൂറ്റൻ വിജയം. ആ വിജയത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ, അട്ടിമറിക്കാൻ, വോട്ട് ചെയ്ത ജനങ്ങളെ അപഹസിക്കാനുള്ള ശ്രമങ്ങളെ പിന്നെ സുരേഷ് ഗോപിയുടെ ഓഫീസിൽ കയറിയിട്ട് ബോർഡിന് കരിയോയിലൊഴിക്കുക, ഗുണ്ടായുസം കൊണ്ട് നേരിടുമ്പോൾ BJPക്കാർ ഇനി സമാധാനമല്ല വർത്താനം പറയുന്നത്. നമ്മൾ കലാപത്തിന് ആഹ്വാനം ചെയ്യുമൊന്നുമല്ല, പക്ഷേ നല്ല ഒന്നാന്തരം മറുപടി ഉരുളക്കുപ്പേരി പോലെ കൊടുക്കണം. അതിൻ്റെ തുടക്കമാണ് ഇന്ന് സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും ഒക്കെ തൃശ്ശൂർ കാഴ്ചവെച്ച്. തൃശ്ശൂർ ഒരു സുരേന്ദ്രനെയും ശോഭാ സുരേന്ദ്രനെയും കൂടി രംഗത്ത് ഇറക്കിയതോടുകൂടി കളം മാറി. അത് എന്തായാലും രാജീവ് ചന്ദ്രശേഖർ ചുമതലപ്പെടുത്തിയിട്ടായിരിക്കാം അവർ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അവർ മറുപടി. കാരണം എനിക്ക് തോന്നിയത് അങ്ങനെ പോലുമല്ല, അമിത്ഷാ ഇടപെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. ചിലപ്പോൾ ശരിയായിരിക്കും. അതല്ല, സുരേന്ദ്രന് ന്യായമായും അതിനകത്ത് മറുപടി പറയാൻ ബാധ്യതയുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പ് നയിച്ച സുരേന്ദ്രനാണ്. കേരള BJPയുടെ പ്രസിഡന്റ് സുരേന്ദ്രനായിരുന്നു. ഏതായാലും രാജീവ് ചന്ദ്രശേഖർ തൃശ്ശൂരുണ്ട്, സുരേന്ദ്രനുണ്ട്, ശോഭാ സുരേന്ദ്രനുണ്ട്. കളം മാറും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.